ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയുടെ പാദം കഴുകി കൊടുക്കേണ്ട ആ അവസ്ഥ ഇന്ദ്രജക്കും വേദക്കും എല്ലാവർക്കും വന്നല്ലോ. എല്ലാവരും ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ പോലെ അതെല്ലാം സഹിച്ച് പിടിച്ച് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അവരാകെ പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഇതെല്ലാം കണ്ട് ആദിശേഷൻ തിരുമേനിയും അതുപോലെ യതീന്ദ്രനും സന്തോഷവാന്മാരാവുകയാണ് കേട്ടോ. സൂര്യക്കാണെങ്കിലോ പറയാനില്ല. തൻ്റെ വീട്ടിലെ തൊഴുത്തിൽ കെട്ടുന്ന അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, മാടാണ് കഴുതയാണെന്നൊക്കെ പത്മ പറഞ്ഞ ആ പത്മക്ക് തന്നെ നന്ദിനിയുടെ കാല് കഴുകേണ്ടി വന്നില്ലേ, അത്ര മതി. അതിലൊരു ആനന്ദം സൂര്യ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് അവരുടെ ആ ഭക്തിഗാനം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വന്നവർക്കെല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കണം കേട്ടോ. സൂര്യയും നന്ദിനിയും അതുപോലെ രാജുവും കൂടിയിട്ട് എല്ലാവർക്കും നന്നായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരുടെ കയ്യിൽ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് ആദിശേഷൻ തിരുമേനി ആകെ അത്ഭുതപ്പെട്ടു പോവാണ്. തിരുമേനി ഒട്ടും പ്രതീക്ഷിച്ചില്ല സൂര്യയുടെ ഈ മാറ്റം. അങ്ങനെ ആദിശേഷൻ തിരുമേനി സൂര്യയോട് വന്നിട്ട് പറയാണ്, പത്മയുടെ മുന്നിൽ വെച്ചിട്ട് പണമുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും അത്ഭുതപ്പെടുത്തി ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആ പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടേണ്ട ഭക്ഷണം തന്നെ അവരിൽ കിട്ടുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സമ്മാനം നീ കൊടുക്കുകയും ചെയ്തപ്പോൾ നിന്നോട് മോനെ എന്താ പറയേണ്ടതെന്നറിയില്ല. പത്മ, നീ നിൻ്റെ ഈ മകനെ കുറിച്ച് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നിനക്ക് അഭിമാനമാണ് ഈ ഒരു മരുമകളും മകനും. ഈ ഒരു മരുമകൾ വന്നതിന് ശേഷമാണല്ലോ നിൻ്റെ മകന് ഇത്രയും വലിയ മാറ്റമുണ്ടായതെന്ന് പത്മയോട് പറയാൻ കേട്ടോ. അയ്യോയ്യോ, പത്മക്ക് പറയാനില്ല. തനിക്കിങ്ങനെ ദേഷ്യം ഇങ്ങനെ തരിച്ച് കയറുകയാണ്. തൻ്റെ മനസ്സിനുള്ളിൽ വലിയൊരു ദേഷ്യം തന്നെ ആകുകയാണ് കേട്ടോ. കാരണം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പത്മക്ക്. അങ്ങനെ പത്മ എവിടെ ചെന്നാലും നന്ദിനിപുരാണം കേട്ട് മടുത്തു എന്ന രീതിയിലാണ് പത്മ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം പിന്നീട് രാത്രിയാവുന്ന ഒരു രംഗാണ്. അങ്ങനെ പത്മയും പത്മയുടെ മക്കളും തമ്മിൽ സംസാരിക്കുകയാണ്. മമ്മി, നമ്മൾ അപ്പോഴും പറഞ്ഞില്ലേ പോണ്ട എന്ന് പറഞ്ഞിട്ട് മമ്മി പറഞ്ഞത് കൊണ്ടല്ലേ പോയത്. മമ്മിയെ കൊണ്ട് സൂര്യ കാല് കഴുകിപ്പിക്കാനുള്ള പരിപാടിയാണ്. അത് കഴുകിക്കലല്ല ചേച്ചി, അത് മനസ്സിലാക്കണം എന്ന് അപ്പോഴേക്കും പറയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാം, പിന്നെ അതെ മനഃപൂർവ്വം ഏട്ടൻ മാല ഇടിയിപ്പിച്ചതും അതുപോലെ തന്നെ അവൾ സ്വാമിയായതും നമ്മളെ കൊണ്ടും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെ കൊണ്ടും സ്വാമി എന്ന് വിളിപ്പിക്കാനും ഈ കന്നിപൂജ ഇവിടെ വെച്ചത് തന്നെ കന്യസ്വാമികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചത് തന്നെ ആ ഭിക്ഷക്കാരെ വിളിച്ചു വരുത്തിയത് തന്നെ മനഃപൂർവ്വം നമ്മളെ അപമാനിക്കാനും. നമ്മളെന്ന് വെച്ചാൽ മമ്മിയാണ്. നമ്മളെ അവർക്ക് വിലയില്ലല്ലോ, നമുക്ക് ഒരു വിലയും അവർ തന്നിട്ടില്ലല്ലോ, നമുക്ക് വില തന്നിട്ടുമില്ല. അതുപോലെ തന്നെ മമ്മിയെ കിട്ടാവുന്നിടത്തോളം വേദനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് സൂര്യയെ കൊണ്ട് ആ നന്ദിനി ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ പത്മ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ പറയാണ്, വേദ പറയുന്നതിൽ അർത്ഥമുണ്ട് മമ്മി, അത് തന്നെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ തൻ്റെ പല്ല് ഇറുക്കി കടിക്കുകയാണ് കേട്ടോ. തനിക്ക് കലിയടങ്ങുന്നില്ല, അത്രയും വലിയ ദേഷ്യം ഇങ്ങനെ വരികയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് ഒട്ടും സഹിക്കാനാവാതെ പത്മ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം യതീന്ദ്രൻ ബാൽക്കണിയിൽ നിന്ന് കരയുന്ന കേട്ടോ. അത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് സൂര്യ പോകുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, ഡാഡി എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല. അല്ല ഡാഡി, എന്ത് പറ്റി? അപ്പോഴേക്കും നന്ദിനി ഓടിച്ചെന്നിട്ട്, വലിയ സാർ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അത് കേട്ട ഉടൻ തന്നെ ഞാൻ കരഞ്ഞത് ഇത് ആനന്ദ കണ്ണീരാണ്, അത് ഒരു സുഖമുള്ള കണ്ണീരാണ്. മനസ്സിലായില്ല ഡാഡി എന്തിനാ കരയുന്നത്? അതേ മോനെ, നിൻ്റെ ഈ മാറ്റം, നിന്നെക്കുറിച്ച് ആദിശേഷൻ തിരുമേനി പറഞ്ഞ വാക്കുകളും മറ്റുള്ളതെല്ലാം കേട്ടപ്പോൾ ഈ മനസ്സിന് വല്ലാത്തൊരു കുളിരാണ് വന്നത്. പറയാൻ വാക്കുകളില്ല, അത്രയും ആനന്ദം. എൻ്റെ മകനെക്കുറിച്ച് നാട്ടുകാരൊന്നടക്കം പറയുന്ന ആ ഒരു സാഹചര്യമല്ലേ ഇന്ന് എൻ്റെ മോന് ചെയ്തത്. എന്തായാലും പറയാൻ വാക്കുകളില്ല. അപ്പോൾ സൂര്യ വന്നിട്ട് പറയാണ്, ഡാഡി ഞാൻ എന്തായാലും മാറിയല്ലോ, അതിന് ഡാഡി കരയൊന്നും വേണ്ട. ഞാനിപ്പോൾ വേറൊരു കാര്യം പറയാനാണ് വന്നത്. ഗുരുസ്വാമി എന്നോട് പറഞ്ഞു നാളെ രാവിലെ തന്നെ ഇവിടെ നിന്നും മലക്ക് പോവാന്ന്. മോനെ, അങ്ങനെയൊക്കെ പറ്റുമോ? മാലയിട്ട് 3-ാം നാളിൽ എന്നെ പോവേ, അതൊന്നും കുഴപ്പമില്ല എന്ന് ഗുരുസ്വാമി പറഞ്ഞു. പ്രത്യേകിച്ച് നന്ദിസ്വാമി മാലയിട്ടതല്ലേ, അപ്പോൾ അധികമൊന്നും നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അടുത്ത വർഷം നമുക്ക് എന്തായാലും 48 ദിവസം അതിൻ്റേതായ ആ വ്രതവും കാര്യങ്ങളൊക്കെ എടുത്ത് ഡാഡിയെയും കൂട്ടിയിട്ട് ഞാൻ മല ചവിട്ടത്തുള്ളൂ. ഇപ്പോൾ ഗുരുസ്വാമി പറഞ്ഞതുപോലെ കന്നിസ്വാമിക്ക് ഇതൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോയി വരണ്ടേ, അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ പോവും. അപ്പോൾ ഡാഡിയോട് ഇത് പറയാനാണ് വന്നതെന്ന് പറയാൻ കേട്ടോ.
ഇത് കേൾക്കുന്ന യതീന്ദ്രൻ പറയാണ്, നീ എന്താ മോനെ പറയുന്നത്? നാളെ രാവിലെ നീ പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിന്നെ യാത്രയാക്കാം. അതൊന്നും വേണ്ട എന്ന് നന്ദിനി പറയാണ്. ഞങ്ങൾ അങ്ങനെ പോയിക്കോളാം, തൽക്കാലം യതീന്ദ്രൻ സാർ സുഖമായി ഉറങ്ങിക്കോളൂ. അത് കേട്ടോടുന്ന അയ്യോ അത് പറ്റത്തില്ല, രാവിലെ പോവുമെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് ആ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ഗുരുസ്വാമി. അതായത് രാജു ഇതൊക്കെ നടത്തി അവർക്ക് അവരുടെ കയ്യിൽ പോകാനുള്ള ആ സഞ്ചിയൊക്കെ നന്ദിനിയെയും സൂര്യയെ ഏൽപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ട് യതീന്ദ്രൻ നിൽക്കുകയാണ്. ഇനി സ്വാമിക്ക് പൊട്ടു തൊടണം, സ്വാമിക്ക് ചെയ്യേണ്ടത് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ യതീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറയണം. എന്ന് എൻ്റെ മക്കളെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കാർ എടുത്ത് തന്നെ അവർ യാത്രയാവുകയാണ് കേട്ടോ. പിന്നീട് മലക്ക് പോകുന്ന രംഗം മലക്ക് ആ ഒരു രാജ്യത്തുള്ള ആ തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ കാണിക്കുന്നില്ല. ഇതേ സമയം യതീന്ദ്രൻ രാവിലെ തന്നെ ടി വി ഓണാക്കിയിരിക്കുന്നത് കണ്ടിട്ട് പത്മ വരുന്നത്. ഇതെന്താ പതിവില്ലാത്ത പത്രം ഒഴിവാക്കി നിങ്ങൾ ടി വിയിലോട്ട് ഇരിക്കുന്നത്? ഒന്നുമില്ല, എന്താ കാര്യം? അതെ, നമ്മുടെ സൂര്യ, നന്ദിനി, രാജു ഇവരൊക്കെ സ്വാമിമാർ ഇന്ന് രാവിലെ മലക്ക് പോയി. എന്ത് മലക്ക് പോയെന്നോ? എന്തോന്ന് മലക്ക് മലയിടലും മല ചവിട്ടലൊക്കെ? ഇത് സാധാരണ അതിൻ്റേതായ 48 അങ്ങനെ എത്രയൊക്കെ വ്രതമെടുത്തിട്ടൊക്കെയാണ് പോവാറ്. ഇതെന്തോന്ന്? അത് പിന്നെ നന്ദിനി സ്വാമി ഉള്ളത് കൊണ്ട് തന്നെ ഇവർ വേഗം പോവുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ചു വരണം. എന്തൊക്കെയാണ് നിങ്ങൾ മകൻ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങളുടെ മകന് പോലും അറിയില്ലെങ്കിൽ അറിയാത്തവരോട് ചോദിക്കുക, അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം കാണാം ടി വിയിൽ ഇങ്ങനെ മലക്ക് പോയവരൊക്കെ ഇങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇത്രയും തിരക്കുണ്ട്, മുരുകൻ്റെ അടുത്തോട്ട് എത്താൻ 24 മണിക്കൂർ കഴിയണമെന്ന്. അത് കേൾക്കുന്ന പത്മക്ക് ടെൻഷനാവുകയാണ്. അപ്പം പത്മ യതീന്ദ്രനോട് പറയുകയാണ്, നിങ്ങളൊരു പണി ചെയ്യും, നന്ദിനി സ്വാമിക്ക് സൂര്യക്ക് ഒന്ന് വിളിച്ച് നോക്ക്, അവൻ എവിടെ എത്തി, എന്താ അവന് കഴിഞ്ഞോ എന്നൊക്കെ ഒന്ന് അറിയാനെന്ന് പറയുമ്പോൾ യതീന്ദ്രൻ തൻ്റെ ഫോൺ എടുത്ത് സൂര്യക്ക് വിളിക്കുകയാണ് കേട്ടോ. ആ സമയം ഇവർ കാറിൽ പോകുന്നൊരു രംഗാണ്. അങ്ങനെ സൂര്യ ഡാഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവരോട് നിർത്താൻ പറയുന്നുണ്ട്, രാജുവിനോടും നന്ദിനിയോടും. അങ്ങനെ അവർ ആ സംസാരം അവിടെ വെച്ച് ആ പാട്ട് അവിടെ വെച്ച് നിർത്തുകയാണ്. അങ്ങനെ യതീന്ദ്രൻ്റെ ഫോൺ എടുത്തോടെ തന്നെ സൂര്യ പറയാം, ആ ഡാഡി പറയൂ എന്ന് പറയുമ്പോൾ സൂര്യ, നീ എവിടെയാടാ? ഞങ്ങളിതാ മല ചവിട്ടി പോന്നു. അല്ലടാ, ടി വിയിൽ ന്യൂസ് കാണാനുണ്ട്, ട്രാഫിക് ഉണ്ടെന്ന്. അതിനൊക്കെ മുന്നേ ഞങ്ങൾ എത്തി ഡാഡി. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി, മുരുകൻ്റെ അടുത്ത് പോകാനും തൊഴാനും ഒക്കെ പറ്റി, ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അതിനിടയ്ക്ക് വിജയ് അങ്ങോട്ടേക്ക് കടന്നു വരിക, 2 പായസം കൊണ്ടുവരാൻ പറയാം, അരവണ പായസം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പത്മക്ക് ദേഷ്യം പിടിക്കുക, നീ ഒന്നും മിണ്ടാതിരുന്ന്, എൻ്റെ കുഞ്ഞവിടെ തിരക്കിലാണെന്ന് പത്മ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വിജയ് അവിടെ സംസാരം നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് നിർത്തുകയാണ്. ഇതേ സമയം ഫോൺ കട്ട് ചെയ്താണെന്ന് തന്നെ നന്ദിനി സ്വാമിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവരുടെ ആ സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞാൽ ആ പാട്ടും എന്തൊക്കെയോ ഇങ്ങനെ പാടി വരുന്ന ആ രംഗമാണ് കുറച്ച് നേരത്തിന് കാണിക്കുന്നത്. പിന്നീട് ഇവർ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ ചെന്നൈ കടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അതിനിടയ്ക്കുണ്ട് കേട്ടോ. ഈ സമയം ഉടൻ തന്നെ യതീന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ, എടാ നിങ്ങളെന്താ വിമാനത്തിലാണോ വന്നത്? ഇത്രയും പെട്ടെന്ന് എത്താൻ വിളിച്ച് കുറച്ച് സമയമായത്. അതിന് എൻ്റെ സൂപ്പർവൈസർ നന്നായിരുന്നില്ല. ഇപ്രാവശ്യം സൂപ്പർവൈസർ എല്ലാത്തിനും പറ്റിയ ഒരു സൂപ്പർവൈസറായിരുന്നു. അത് കേട്ടോടുന്ന് നീ എന്തോന്നാടാ ഈ പറയുന്നത്? അതെ, ഈ നിൽക്കുന്ന സ്വാമി എന്നോട് വേഗത കൂടുതലുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഉടൻ തന്നെ നന്ദിനിയോട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ നീ എന്താ ഇത്രയും വേഗതയിൽ വണ്ടി ഓടിക്കുമ്പോൾ നീ ഒന്നും തന്നെ പറയാതിരുന്ന്? അതിന് കാറിലിരിക്കും കാറിന് സ്പീഡ് ഒന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല യതീന്ദ്രൻ സാർ, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും എനിക്കൊന്ന് കുളിക്കണം, എനിക്കൊന്ന് കുളിച്ചിട്ട് എനിക്കൊന്ന് ഫ്രഷായി നല്ലൊന്ന് ഇതാവണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ കന്നിസ്വാമി ഒന്ന് അവിടെ നിന്നേ എന്ന് രാജു പറയാണ്. അതെ, അത്ര പെട്ടെന്ന് അങ്ങ് കുളിക്കാൻ വരട്ടെ, കഴുത്തിലിട്ടിരിക്കുന്ന ആ മാല അഴിച്ചു വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൂജാമുറിയിലോട്ട് നടക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് പൂജാമുറിയിലോട്ട് പോവുകയാണ്. പൂജാമുറിയിലോട്ട് പോയതിന് ശേഷം ആ മാലയൊക്കെ അഴിച്ചു വെക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിനുശേഷം നന്ദിനി ചായ ഉണ്ടാക്കാൻ പോകുന്ന രംഗമാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ ചായ ഇടുമ്പോൾ രാജു വന്നിട്ട് പറയാണ്, നന്ദിനി സ്വാമി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി ഇങ്ങനെ രാജുവിനെ, സ്വാമിക്ക് എന്താ വേണ്ടത്? അയ്യോ എൻ്റെ നന്ദിനി, ഇനിയൊന്ന് നിർത്തിക്കേ, സ്വാമി എന്നുള്ള വിളി കേട്ട് മടുത്തോ. എന്നെ നീ രാജു എന്ന് വിളിച്ചേ, രാജുവേട്ട എന്നുള്ള വിളിച്ച് അത് കേൾക്കാൻ കൊതിയാവുന്നു. എല്ലാവരും എന്നെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ മാതിരി ആയിരിക്കുന്നു. ഇനി മാലയൊക്കെ അഴിച്ചു വെച്ചില്ലേ, ഇനി സ്വാമിയുടെ വിളി വേണ്ട. അത് ഞാൻ മറന്നു. എന്തായാലും
ഇപ്പോൾ എന്താ വേണ്ടത്, രാജുവേട്ടൻ എന്ന് വിളിക്കണം. ആ രാജുവേട്ടൻ എന്താ വേണ്ടത്, അതെ എനിക്കൊരു കോഫി ഇടണം. അപ്പോൾ കോഫി ഇട്ടും കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും മലക്ക് പോയതൊക്കെ വലിയൊരു സന്തോഷം തന്നെ, നിങ്ങളൊക്കെ എൻ്റെ കൂടെ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നിങ്ങൾ എനിക്ക് വലിയ സർപ്രൈസ് തന്നു എന്നൊക്കെ രാജു പറയുകയാണ് കേട്ടോ. ഓ ആയിക്കോട്ടെ, രാജുവിൻ്റെ ആ വാക്കുകൾ ശരിയെന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് എടാ രാജു എന്ന് പറഞ്ഞിട്ട് വിജയ് വരുന്നത്. അപ്പോൾ തന്നെ എന്തടോ എന്ന് ചോദിക്കുകയാണ്. എന്ത്, അതെ തന്നെ ഞാൻ കുറേ ദിവസമായി സ്വാമി സ്വാമി എന്ന് വിളിക്കുന്നത്. എടോ തന്നെ ഞാൻ എടോ പൊടോ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. തന്നെപ്പോലെ ഒരു പണിക്കാരനെ എനിക്ക് എടോ പൊടോ എന്ന് വിളിക്കാഞ്ഞിട്ട് ശ്വാസം മുട്ടി ഞാൻ സ്വാമി സ്വാമി എന്ന് വിളിച്ചത്. അതുകൊണ്ടെടോ നീ എന്താ ചെയ്യുന്നത്, ഞാൻ പാല് തിളപ്പിക്കാം, എന്നാൽ അതിൽ കുറച്ച് മധുരം കൂട്ടിയിട്ടിട്ട് എൻ്റെ റൂമിലോട്ട് ഒരു ഗ്ലാസ് പാലുമായി വായെടോ. ശരിയെടോ എന്ന് രാജു തിരിച്ചു പറയാം. എന്താടാ നീ എന്നെ വിളിച്ചത്? അപ്പോൾ നന്ദിനി ആകെ പേടിക്കുകയാണ് കേട്ടോ. തിരിച്ച് എടോ എന്ന് രാജു വിളിച്ചല്ലോ. അപ്പോൾ ഉടനെ തന്നെ നന്ദിനി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നീ എന്നെ എന്തെങ്കിലും വിളിച്ചേ? ഞാനൊന്നും വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കത്തി ഇങ്ങനെ കയ്യിൽ വെക്കാൻ രാജു. എന്തിനാ നീ ഇങ്ങനെ കത്തി വെക്കുന്നത്? അത് പിന്നെ കഷ്ണങ്ങൾ വെട്ടാനുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാവോ, അതിനാണില്ലേ എന്ന് എനിക്കൊരു കോഫി കൊണ്ടുപോകാമെന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ വേദയാണ് കാണിക്കുന്നത്. വേദ ഇങ്ങനെ ബോറടിക്കുന്ന, ചേച്ചി നമുക്ക് വല്ല പുറത്തും പോയാലോ ഈ സമയത്താണ്, എന്നാൽ രാത്രി പോയാലോ 3 മണിക്കൊരു ബിരിയാണിയൊക്കെ കഴിച്ചാലോ, എന്താ 3 മണിക്ക് അർദ്ധരാത്രി 3 മണിക്കല്ല ബിരിയാണി, ചേച്ചി എനിക്ക് മേടിച്ച് തന്നാൽ മതി, ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരാം, അത്ര പോരെ. എടി ഇനിയൊന്നും മിണ്ടാതിരുന്നേ. അപ്പോഴാണ് കേട്ടോ വിജയ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതെ എനിക്കൊരു ഇരിക്കാൻ ഇടങ്ങ് കാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ വീഴുന്നുണ്ട്. എന്നിട്ട് പറയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവരുണ്ടല്ലോ അവർ നമ്മൾ കാലൊക്കെ കഴുകിപ്പിച്ച ആ നന്ദിനിയും രാജുവും അവർ സ്വാമി സ്വാമി എന്ന് വിളിപ്പിച്ചില്ലേ നമ്മളെ, അപ്പോൾ അവർക്ക് നമുക്ക് ഇട്ടിട്ട് ഒരു പണി കൊടുക്കണ്ടേ? ആ വേണം എന്ന് വേദ പറയാം. അതെ അവർക്കിട്ടൊരു പണി കൊടുക്കണം, നമുക്ക് അവർക്കിട്ടിട്ടൊരു പണി കൊടുക്കാൻ, നമുക്കൊരു പണി ചെയ്യാം, എന്തെങ്കിലും ഒരു പണി ചെയ്യണ്ടേ? മമ്മിയെ കൊണ്ട് കഴുകിക്കാൻ ഉദ്ദേശിച്ചവളാണ് ഈ പറയുന്ന നന്ദിനി, ഇതെല്ലാം നന്ദിനിയുടെ വേരത്തരമാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ എന്ന് വേദ പറയുമ്പോൾ വിജയ് പറയും ശരിയാണ്, നമുക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ നന്ദിനിക്കും രാജുവിനോട്ട് പണിയാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദിനിയാണെങ്കിൽ സൂര്യക്ക് കോഫിയുമായി വന്നിരിക്കുകയാണ്. കോഫി കൊടുക്കുമ്പോൾ സൂര്യയെ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാണ്, നന്ദിനി നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, വല്ലാത്തൊരു ഉന്മേഷവും ആനന്ദവുമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്, അത് പറയാനില്ല. ആ മാലയിട്ടതിൽ രാവിലത്തെ കുളി, ബാക്കിയുള്ള ചിട്ടവട്ടങ്ങൾ, എന്തൊരു രസകരമായ ജീവിതമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദി നിന്നോട് പറയാനുണ്ടെന്ന് പറയുമ്പോൾ, നന്ദി പറയുകയാണെങ്കിൽ എന്നോടല്ല പറയേണ്ടത്, നിങ്ങളുടെ മമ്മിയോടാണ്. അത് കേട്ടോടെ തന്നെ എൻ്റെ മമ്മിയോട് ഞാൻ എന്തിനാ നന്ദി പറയുന്നത്? അതെ നിങ്ങളിവിടെ അന്ന് വഴക്കിട്ടില്ലേ, ആ വഴക്കിട്ട സമയത്ത് അന്ന് നിങ്ങൾ മദ്യപിക്കാൻ വേണ്ടി വിവേകേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ, ആ സമയം എനിക്ക് ആ മദ്യപാനം തടയാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ഒരു മാലയിടൽ. അപ്പോൾ സത്യത്തിൽ അതിന് കാരണക്കാരിയായത് നിങ്ങളുടെ മമ്മിയാണ്, പത്മ മേഡമാണെന്ന് പറയട്ടോ. ഓ നീ ഒന്ന് പോയേ, കാരണം എൻ്റെ മമ്മിയാണ് അത്ര, നീ കാരണമാണ് ഞാൻ ആ മാല ഇട്ടത്, അതുകൊണ്ട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ ഒരുങ്ങുമ്പോൾ ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയതായി സൂര്യ കാണാണ്. അപ്പോൾ നന്ദിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയത്? ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കില്ല, അതിന് മാല അഴിച്ചു വെച്ചില്ലേ, ഇനി തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്നില്ല, സാറ് ചുടുവെള്ളത്തിൽ കുളിച്ചോ എന്ന് പറയണം. അത് കേട്ട ഉടനെ അതൊന്നും ശരിയാവില്ല, കാരണം തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മതി, അതാണ് അതിൻ്റെ സുഖം. അയ്യോ സാറേ അത് വേണ്ട, ഈ സമയം മഴക്കാലമല്ലേ, നല്ല തണുപ്പുള്ള മാസമാണ്, അതുകൊണ്ട് തന്നെ സാറ് ഈ തണുപ്പുള്ള മാസങ്ങളിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല കുളിരി വരും, അതിൻ്റേതായ വിറയൽ വരും, അപ്പോൾ അതുകൊണ്ട് സാറ് കുളിക്കണ്ട എന്ന് പറയുമ്പോൾ, എനിക്ക് കുളിരി വരുമ്പോഴും എനിക്ക് വിറയൽ വരുമ്പോഴും നന്ദിനിയുടെ ചെവിയിൽ വന്നിട്ട് പറയണേ, എനിക്കെൻ്റെ കുളിരി മാറ്റാനല്ലേ നീ ഉള്ളത് എന്ന് ചെവിയിൽ പറയുമ്പോൾ നന്ദിനി ആകെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. നന്ദിനി വല്ലാതെ അങ്ങ് റൊമാൻസായി പോവാണ്. ഒരു നിമിഷത്തേക്ക് നന്ദിനി ആ ലോകം തന്നെ മറന്നു പോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.